യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ഗുഡ്നസ് പ്രേക്ഷകരെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 31-32 തിരുവചനങ്ങൾ. ശിമയോൻ, ശിമയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. ഞാൻ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ശിമയോൻ, ശിമയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. ഞാൻ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആരോഗ്യം ക്ഷയിച്ചാൽ രോഗം വരും, സമ്പത്ത് ക്ഷയിച്ചാൽ ദാരിദ്ര്യം വരും, സൗന്ദര്യം ക്ഷയിച്ചാൽ വാർദ്ധക്യം വരും. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഒരു വ്യക്തിയിൽ വിശ്വാസം ക്ഷയിച്ചാൽ അതറിയാൻ അല്പം താമസിക്കും. കാരണം അവൻ്റെ പ്രാർത്ഥനയും അവൻ്റെ ഭക്തികൃത്യങ്ങളും അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളുമെല്ലാം ഒരു വ്യത്യാസവുമില്ലാതെ കൃത്യമായി അവൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കും. അപ്പം ഇവിടെ സംഭവിക്കുന്നത്, ഈശോ ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വിശ്വാസത്തിൻ്റെ ക്ഷയിക്കപ്പെടലുകൾ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുള്ള ഒരു പ്രവൃത്തിയാണത്. വിശുദ്ധ ഗ്രന്ഥം പരിശോധിക്കുമ്പോൾ ശിഷ്യരിൽ പ്രധാനിയാണ് പത്രോസ്. പക്ഷേ വിശ്വാസം ക്ഷയിച്ചു തുടങ്ങി. അത് ക്രിസ്തു അല്ലാതെ മറ്റാരും അറിഞ്ഞിട്ടില്ല, അറിയുകയുമില്ല. അദ്ദേഹത്തിന് കൊടുക്കുന്ന മുന്നറിയിപ്പാണ്, നിന്റെ വിശ്വാസം ക്ഷയിച്ചു തുടങ്ങിയപ്പോൾ തന്നെ സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. ഒരു വ്യക്തിയുടെ പ്രതിരോധ ശേഷിയിൽ കുറവുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അവനെ രോഗാവസ്ഥ കയറി പിടിക്കുമെന്നുള്ളത് നമുക്കറിയാം. അത് പലപ്പോഴും രോഗം വന്നു കഴിയുമ്പോഴാണ് അറിയുന്നത്. ഇതുപോലെ പിശാച് അവനെ ആക്രമിച്ച് കളയുമെന്ന് ക്രിസ്തുവിന് മനസ്സിലായതുകൊണ്ട് ക്രിസ്തു കൃത്യമായി മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. നിങ്ങളെ ഗോതമ്പ് പോലെ സാത്താൻ പാറ്റാൻ ഉദ്യമിച്ചു. നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നിങ്ങളെ എന്നും നിന്റെ എന്നും പറയുന്നുണ്ട്. ഒരു വ്യക്തിയിൽ ക്ഷയിക്കുമ്പോൾ അയാൾ ഉൾപ്പെടുന്ന, അല്ലെങ്കിൽ അയാൾ നേതൃത്വം കൊടുക്കുന്ന ആ ഒരു വിഭാഗത്തെ തന്നെ പിശാച് പാറ്റിക്കളയുമെന്നാണ് പറയുന്നത്. ഇതിൽ ഒളിഞ്ഞു കിടക്കുന്ന അപകടം എന്തെന്നോ, നമ്മൾ കർത്താവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരായി മാറിക്കഴിയുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ ക്ഷയിക്കപ്പെടലിൽ നമ്മുടെ കുടുംബാംഗങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കുമെതിരെ പിശാചിന് പ്രവർത്തിക്കാനുള്ളൊരു വാതിൽ തുറന്നു കൊടുക്കുന്നവരായിട്ട് നമ്മിൽ പലരും മാറിപ്പോകുന്നുണ്ടെന്ന് കർത്താവ് ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. പ്രിയപ്പെട്ടവരുടെ മേൽ വരുന്ന ചില പ്രതിസന്ധികളും അവരുടെ മേൽ വരുന്ന, അല്ലെങ്കിൽ നമ്മുടേതായ പല കാര്യങ്ങളിലും വരുന്ന ചില അസ്വസ്ഥതകളുമൊക്കെ വരുമ്പോൾ നമ്മൾ അവരെക്കുറിച്ചാണ് പലപ്പോഴും ചിന്തിക്കുന്നത്, നമ്മളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. വചനം ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ. ശിമയോൻ, ശിമയോൻ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ, ശിമയോൻ ഉൾപ്പെടുന്നതിനെ കുറിച്ച് പറഞ്ഞത്. നിങ്ങളെ, ശിമയോൻ, സാത്താൻ നിങ്ങളെ, നിങ്ങൾ ഉൾപ്പെടുന്നതിനെ സാത്താൻ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. ഞാൻ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മുന്നിൽ നിൽക്കേണ്ടവൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടുംബത്തെ നയിക്കേണ്ടവൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. മുന്നറിയിപ്പ് കൊടുക്കേണ്ടവൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ പിശാച് എടുത്തിട്ട് പാറ്റുന്ന ഒരു പ്രവൃത്തി അവനിലും അവൻ്റെ ആയിരിക്കുന്നിടങ്ങളിലും കുടുംബങ്ങളിലുമൊക്കെ പലപ്പോഴും കടന്നു വരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ തന്നെ വിശ്വാസത്തിൻ്റെ ഉറപ്പിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 4-ാം അധ്യായം 39-ാം തിരുവചനം തുടങ്ങി നമ്മൾ വായിക്കുമ്പോൾ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ചെയ്യാൻ പറ്റിയ ഒരു കാര്യം അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: സ്ത്രീയുടെ സാക്ഷ്യം മൂലം അനേകം സമരിയക്കാർ അവനിൽ വിശ്വസിച്ചു. സ്ത്രീയുടെ സാക്ഷ്യം മൂലം അനേകം സമരിയക്കാർ അവനിൽ വിശ്വസിച്ചു. ആ സ്ത്രീയെക്കുറിച്ച് നമുക്കറിയാം. അവളെ കർത്താവ് കൃത്യമായി ചെന്ന് കണ്ട് രക്ഷപ്പെടുത്തിയവളാണ്. ജീവിതം വളരെ മോശമായിരുന്നു. പക്ഷേ തിരുവചനത്തിൽ യോഹന്നാൻ 4:42, 4:39 സ്ത്രീയുടെ സാക്ഷ്യം മൂലം അനേകർ അവനിൽ വിശ്വസിച്ചതെങ്കിൽ 4:42 വന്നു കഴിയുമ്പോൾ അവളോട് പറയുന്നൊരു കാര്യമുണ്ട്: ഇനിമേൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് നിന്റെ വാക്കുമൂലമല്ല,
കാരണം ഞങ്ങൾ തന്നെ ശ്രവിക്കുകയും ഇവനാണ് യഥാർത്ഥത്തിൽ ലോകരക്ഷകനെന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു. അവർ പറയുന്നൊരു വാക്ക് നമ്മോടെല്ലാവരോടും കൂടെ ആയിട്ടുള്ള ഒരു വലിയ 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 ബോധ്യപ്പെടുത്തലാണ്. ഇനിമേൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് നിന്റെ വാക്ക് മൂലമല്ല, കാരണം ഞങ്ങൾ തന്നെ നേരിട്ട് ശ്രവിക്കുകയും ഇവനാണ് യഥാർത്ഥത്തിൽ ലോകരക്ഷകൻ എന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു. വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഇത് വളരെ അത്യാവശ്യമാണ്. എങ്ങനെയെന്നോ, അവളുടെ സാക്ഷ്യത്തെ മാത്രം കണ്ടിട്ടല്ല അവർ വിശ്വസിച്ചത്, മറിച്ച് ക്രിസ്തുവിൻ്റെ വാക്കുകൾ. അതുകൊണ്ടാണ് പറയുന്നത് ഞങ്ങൾ തന്നെ നേരിട്ട് ശ്രവിക്കുകയും, കാണുകയും എന്നല്ല പറഞ്ഞത്, ശ്രവിക്കുകയും യഥാർത്ഥത്തിൽ ഇവനാണ് ലോകരക്ഷകൻ എന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു. കേട്ട് മനസ്സിലാക്കുവിനെന്ന് ക്രിസ്തു മുന്നറിയിപ്പ് തരുന്നുണ്ട് പലപ്പോഴും. നിങ്ങൾ കേട്ട് മനസ്സിലാക്കുവിൻ. എന്താ മനസ്സിലാക്കേണ്ടത്? യേശു ക്രിസ്തുവിൻ്റെ വചനത്തെയും യേശുവിനെയും മനസ്സിലാക്കണം. ഇവിടെ ആ ഒരു സ്ത്രീയുടെ മാനസാന്തരമാണ് പലരെയും അവിടെ എത്തിച്ചത്. പക്ഷെ അവർ ആ വ്യക്തിയിൽ മാത്രം ഒതുങ്ങാതെ അവിടെ നിന്ന് യേശുവിലേക്ക് എത്തിയപ്പോഴാണ് അവരുടെ വിശ്വാസത്തിൻ്റെ കെട്ടുറപ്പ് അവരിൽ ശരിയായ രീതിയിൽ വന്നത്. ഇല്ലെന്ത് പറ്റുമെന്നറിയാവോ? ഈ സാക്ഷ്യത്തെ ഒരു ചവിട്ടുപടി പോലെയായിട്ട് മാത്രമാക്കി മാറ്റും പിശാച്. ഈ ചവിട്ടുപടിയുടെ ഒരു പ്രത്യേകത, അത് കയറാനും പറ്റും, ഇറങ്ങാനും പറ്റും. അത് കയറാനും പറ്റും, ഇറങ്ങാനും പറ്റും. അപ്പം എന്ത് സംഭവിക്കും? എപ്പോഴെങ്കിലും ഈ സാക്ഷ്യം ദുർസാക്ഷ്യമായി മാറിയാൽ ഓശാന പാടിയവർ തന്നെ ക്രൂശിക്കാൻ പറഞ്ഞു എന്ന മട്ടിലാവും. ഓശാന പാടിയവർ തന്നെ ക്രൂശിക്കാൻ പറഞ്ഞു എന്ന മട്ടിലാവും. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കർത്താവിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ ഇടയ്ക്കിടെ നമ്മളെ തന്നെ പരിശോധിക്കണം. ഞാൻ എൻ്റെ വിശ്വാസത്തിൽ ഉറപ്പിക്കപ്പെട്ടിട്ടാണോ നിൽക്കുന്നത്? ഞാൻ എൻ്റെ വിശ്വാസത്തിൽ ഉറപ്പോടുകൂടെയാണോ നിൽക്കുന്നത്? യോഹന്നാൻ 4:54 രാജസേവകൻ്റെ മകനെ സുഖപ്പെടുത്തുന്ന വചനഭാഗമുണ്ട്. ഈ വചനഭാഗത്തെക്കുറിച്ച് പറയുന്നത്, ഇത് യൂദായിൽ നിന്നും ഗലീലിയയിലേക്ക് വന്നപ്പോൾ യേശു പ്രവർത്തിച്ച രണ്ടാമത്തെ അത്ഭുതമാണ്. രണ്ടാമത്തെ അത്ഭുതം. കാരണം യോഹന്നാൻ 4:48 ഈശോ പറയുന്നൊരു കാര്യമുണ്ട്, അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ലല്ലോ. കർത്താവ് അല്പം വേദനയോടുകൂടെ പറയുകയാണ്, അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ലല്ലോ. എന്നിട്ട് 54 ഈശോ ഈ രാജസേവകൻ്റെ മകനെ സുഖപ്പെടുത്തുന്നു. ഈ സുഖപ്പെടുത്തലിൽ അതൊരു നിലനിൽക്കുന്ന സൗഖ്യപ്പെടുത്തലാണെന്ന് വ്യക്തമാക്കുന്നൊരു ഭാഗമുണ്ട്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, സൗഖ്യവാർത്തയുമായി ഭൃത്യന്മാർ രാജസേവകനെ അന്വേഷിച്ചു വരികയാണ്. അവൻ സൗഖ്യം പ്രാപിച്ചപ്പോൾ അവർ അന്വേഷിച്ചു വരുന്നു. അപ്പോൾ സൗഖ്യവാർത്തയുമായി ഭൃത്യന്മാരെതിരെ വന്നപ്പോൾ ഏത് സമയത്താണ് സൗഖ്യം എന്ന് ഈ രാജസേവകൻ ചോദിക്കണം. ഏത് സമയത്താണ് സൗഖ്യം? അപ്പോൾ അയാൾക്കൊരു കാര്യം മനസ്സിലായി, യേശു പറഞ്ഞ അതേ മണിക്കൂർ തന്നെയെന്ന് ആ പിതാവ് മനസ്സിലാക്കി. അവനും കുടുംബവും മുഴുവനും വിശ്വസിച്ചു. കണ്ടോ, അവനും കുടുംബം മുഴുവൻ വിശ്വസിച്ചു. എപ്പോൾ? യേശു പറഞ്ഞ വചനം വിശ്വസിച്ചിട്ടാണ് അവൻ പോയത്. യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് അവൻ പോകും വഴി അവൻ സൗഖ്യപ്പെട്ടു എന്ന് പറഞ്ഞ് അവർ വരുന്നു. ഉടനെ അവൻ സൗഖ്യപ്പെട്ടതിനെ ഓർത്ത് ഒരു ആഹ്ലാദ പ്രകടനം നടത്തുകയല്ല ചെയ്ത്, മറിച്ച് അവൻ ചോദിക്കുന്നു, ഏത് സമയത്താണ് അവൻ സൗഖ്യപ്പെട്ടത്? അവര് യേശു വചനം പറഞ്ഞ മണിക്കൂറിൽ തന്നെയെന്ന് ഈ മനുഷ്യൻ മനസ്സിലാക്കുകയാണ്. കണ്ടോ, അനുഗ്രഹം ലഭിച്ചപ്പോൾ ഒരു ആഹ്ലാദ പ്രകടനത്തിനല്ല മനുഷ്യൻ പോയത്, മറിച്ച് ചിന്തിച്ചത് വചനത്തെക്കുറിച്ചാണ്. രോഗശാന്തി സന്ദേശം വിശ്വസിച്ചല്ല പോയത്, മറിച്ച് വചനത്തെ വിശ്വസിച്ചു പോയി. പ്രിയപ്പെട്ടവരെ, വിശ്വാസം ക്ഷയിച്ചു പോകാതിരിക്കാൻ നമ്മുടെ ജീവിതത്തിൽ രക്ഷകനായ ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകണം. രോഗശാന്തി സന്ദേശം മാത്രമല്ല, കർത്താവിൻ്റെ വചനത്തിലാണ് ഇതെല്ലാം ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഹെബ്രായ ലേഖനം 12:2 നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നവനുമായ യേശുവിനെ മുൻപിൽ കണ്ടുവേണം നാം ഓടാൻ. വചനം ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുവേണം നാം ഓടാൻ. മനുഷ്യനെന്നും ഓട്ടത്തിലാണ്. നല്ല ഓട്ടം ഓടി എന്നൊക്കെ പറയുമ്പോൾ ഏതാണ് നല്ല ഓട്ടം? പലരും ഇന്ന് ഓടുകയാണ്. പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഓട്ടം, രോഗപീഠയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഓട്ടം, പൈശാചിക പീഡയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഓട്ടം. ഓട്ടത്തിനൊരു കുറവുമില്ല.
പക്ഷെ ഓട്ടം നേട്ടത്തിലെത്തുന്നില്ല. ഓട്ടം നേട്ടത്തിലെത്താനും ഓട്ടം അനുഗ്രഹപ്രദമാകാനും അത് ഫലവത്തായി തീരാനും ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. അത് ഹെബ്രായ ലേഖനം 12:2. നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടു വേണം ഓടാൻ. പൂർണ്ണതയിലെത്തിക്കുന്നവനുമായ, പ്രധാനപ്പെട്ട വാക്കാണ്. അല്ലാത്ത ഓട്ടമൊന്നും പൂർണ്ണതയിലല്ല, അപൂർണതയിൽ ഇടപെടുന്ന കാര്യങ്ങൾ പൂർണ്ണമാവില്ല. താൽക്കാലിക രക്ഷ, താൽക്കാലിക വിടുതൽ, താൽക്കാലിക ആശ്വാസം അടുത്ത മണിക്കൂറിൽ ഇത് തിരിച്ചടിക്കും. തലതിരിയും കാര്യങ്ങൾ. അനുകൂലമായത് പ്രതികൂലമാകും. പ്രതിസന്ധികൾ വീണ്ടും സൃഷ്ടിക്കപ്പെടും. ഇവിടെ പറയുന്ന വാക്ക് നോക്കണം. വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടു വേണം നാം ഓടാൻ. യേശുവിനെ മുന്നിൽ കണ്ട്. പൂർണ്ണത നമുക്ക് ആവശ്യമാണ്. നമുക്കൊരു പൂർണ്ണത, അനുഗ്രഹം പൂർണ്ണതയിലായി തന്നെ കിട്ടണം. അത് നമുക്ക് പൂർണ്ണമായി തന്നെ കിട്ടിയാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിനൊരു നേട്ടം ഉണ്ടാവുള്ളൂ. പലപ്പോഴും യേശുവിനെ മുന്നിൽ കണ്ടല്ല ഓടുന്നത്. നമ്മൾ യേശുവിൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നുണ്ടല്ലോ, ഇവൻ തച്ചൻ്റെ മകനല്ലേ എഴുതി വച്ചിരിക്കുന്നു. അവന് ഒന്നും അവിടെ ചെയ്യാനായില്ല. ഒരു തച്ചൻ 8 മണിക്കൂറെങ്കിലും നമ്മൾ വിശ്വസിക്കും. ഒരു തച്ചനെ നമ്മൾ ജോലിക്ക് നിർത്തിയാൽ 8 മണിക്കൂറെങ്കിലും ആളെ വിശ്വസിക്കും. കാരണം ആ മനുഷ്യൻ ജോലി ചെയ്യട്ടെ. അത്ര സമയങ്ങളിൽ ക്ഷമിച്ചിരിക്കാനുള്ള ഒരു കഴിവ് നമുക്കുണ്ട്. പക്ഷെ യേശു ക്രിസ്തുവിനെ അത്ര പോലും വിശ്വസിക്കാത്ത മനുഷ്യര് നോക്കുക. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിനെ ചെയ്യേണ്ട കാര്യങ്ങൾ പലതും ചെയ്യാൻ പറ്റാതെ ഈശോ നിസ്സഹായനായി പോകുന്നു. സുഭാഷിതങ്ങൾ 1:33. എന്നാൽ എൻ്റെ വാക്ക് ശ്രദ്ധിക്കുന്നവൻ സുരക്ഷിതനായിരിക്കും, അവൻ തിന്മയെ ഭയപ്പെടാതെ സ്വസ്ഥനായിരിക്കും. സുരക്ഷിതത്വവും സ്വസ്ഥതയും മനുഷ്യൻ ഇന്നില്ലാത്തൊരു കാര്യമാണ്. എവിടെയാ സുരക്ഷിതത്വം? എവിടെയാണ് സ്വസ്ഥത? ചിരിക്കുമ്പോൾ പോലും ഉള്ളുകരയുന്നവര്, എല്ലാവിധ സംരക്ഷണങ്ങളും ഒരുക്കി വെച്ചിട്ടും ആകുലത വിട്ടുമാറാത്തവര്. ഇതാണ് ഇന്നത്തെ ലോകം. ഇവിടെ വ്യക്തത തരുതാണ് ക്രിസ്തു. കർത്താവ് ശക്തമായിട്ട് പറയാണ്, എന്നിൽ വിശ്വസിക്കുവിൻ. നമ്മളങ്ങനെ യേശുവിൽ വിശ്വസിക്കാത്തതുകൊണ്ട് സുഭാഷിതങ്ങളിൽ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു, എൻ്റെ വാക്ക് ശ്രദ്ധിക്കുന്നവൻ സുരക്ഷിതനായിരിക്കും. എൻ്റെ വാക്ക്, വചനം വിശ്വസിക്കണം. ആ കർത്താവ് വചനം പറഞ്ഞ മണിക്കൂറിൽ നിന്ന് ആ രാജസേവകൻ വിശ്വസിച്ചതുപോലെ. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയാവോ? വിശ്വാസം ക്ഷയിച്ചവൻ്റെ പ്രാർത്ഥന അത് രുചികെട്ടവൻ ഭക്ഷണം കഴിക്കുന്നത് പോലെ, അല്ലെങ്കിൽ വിശപ്പില്ലാത്തവൻ്റെ മുമ്പിൽ ഭക്ഷണം വിളമ്പി വെച്ച പോലെയൊക്കെ ആയി പോകും. നമ്മുടെ പ്രാർത്ഥനാ ജീവിതമൊക്കെ ക്ഷയിച്ചുകൊണ്ടിരിക്കുക. വല്ലാത്തൊരു അരോചകത്വം, അസ്വസ്ഥത, മടുപ്പ്, ക്ഷീണം, മറ്റു പല കാര്യങ്ങൾക്കൊക്കെ വലിയ ഉത്സാഹം. ഉറപ്പിച്ചോ, വിശ്വാസം ക്ഷയിച്ചിരിക്കുക. കൃത്യമായി മനസ്സിലാക്കിക്കോ, വിശ്വാസം താഴോട്ട് പോയിരിക്കുകയാണ്. 40 കൊല്ലം ദൈവം കൊണ്ടു നടന്ന ജനം, ഇസ്രായേൽ ജനത്തിൻ്റെ കാര്യമാണ്. 40 കൊല്ലം മരുഭൂമിയിൽ തുടങ്ങി മരുഭൂമിയിൽ ഒടുങ്ങി. അതിൽ ഭൂരിപക്ഷം പേരുടെയും അന്ത്യം മരുഭൂമി തന്നെയായിരുന്നു. പുതിയ തലമുറയാ കയറിയ കാനാനിൽ. ചിന്തിച്ചോണം, വസ്ത്രം പഴകാതെ പാദം വിങ്ങാതെ ദൈവം അവരെ കൊണ്ടു നടന്നു. ഇടിമുഴക്കത്തിലൂടെ സംസാരിക്കുന്ന ദൈവത്തിൻ്റെ സ്വരം കേട്ടവർ, അഗ്നിസ്തംഭമായി അവരെ മുന്നോട്ട് കൊണ്ടുപോയവർ, അതിശക്തമായി മുന്നേറിക്കൊണ്ടിരുന്നവർ. പക്ഷെ ഇടയ്ക്കൊക്കെ വെച്ച് അവരുടെ വിശ്വാസം അവരിൽ തന്നെ ക്ഷയിച്ചു പോയത് അവർ തിരിച്ചറിഞ്ഞില്ല. അതുകൊണ്ട് അവർ മരുഭൂമിയിൽ ഒടുങ്ങി. എന്നാൽ ദൈവാനുഭവത്തിലും, ഇന്ന് ധ്യാനാനുഭവത്തിലും പ്രാർത്ഥനാ ജീവിതത്തിലും നിലനിൽക്കുന്ന പല വ്യക്തികളുടെയും വലിയൊരു പരാജയമാണ് ഇപ്പോൾ പറഞ്ഞത്. പഴയ നിയമത്തിലെ കാര്യമാണെങ്കിലും ഇപ്പോൾ നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ്. പോക്ക് ദൈവത്തിൻ്റെ കൂടെയാണ്, കർത്താവിന് വേണ്ടി എന്നാണ് അവർ പറയുന്നത്. പക്ഷെ വല്ലാത്ത മടുപ്പിലും വല്ലാത്ത നിരാശയിലും പോയിക്കൊണ്ടിരിക്കുകയാണ്. കാനാനിൽ അവർ കയറിയില്ല, അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇന്നോ സ്വർഗത്തിൽ കയറാൻ പറ്റാതെ തകരാറായി പോകുന്നു ഒത്തിരി മനുഷ്യർ. തുടക്കവും ഒടുക്കവും ഒക്കെ ഭക്തിമാർഗത്തിൽ തന്നെയാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും ഒരു കുറവില്ലാതെ അവരുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ വിശ്വാസം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം ചെന്നു കയറേണ്ടിടം, നമ്മുടെ വിശ്വാസം അത് ഓരോ ദിവസം ചെല്ലുന്തോറും ശക്തി ആർജിക്കണം. അബ്രാഹാം വയസ്സാകും തോറും ആരോഗ്യം ക്ഷയിച്ചു, പക്ഷെ വിശ്വാസം ക്ഷയിച്ചില്ല. അബ്രാഹാം വയസ്സാകും തോറും ആരോഗ്യം ക്ഷയിച്ചു, പക്ഷെ ആ മനുഷ്യൻ്റെ വിശ്വാസം ക്ഷയിച്ചില്ല.
നമ്മൾ പ്രായമേറും തോറും, കാലങ്ങൾ കഴിയും തോറും നമ്മുടെ വിശ്വാസം ക്ഷയിച്ച് പോവുകയാണ്. നാളെയെക്കുറിച്ചുള്ള ആകുലത. ഗലാത്തി ലേഖനത്തിൽ നമ്മൾ കാണുന്ന 3:14 അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം യേശു ക്രിസ്തു വഴി വിജാതീയരിലേക്കും വ്യാപിക്കേണ്ടതിനാണ് ഇപ്രകാരം സംഭവിച്ചത്. ആത്മാവിൻ്റെ വാഗ്ദാനം വിശ്വാസം വഴി നമ്മൾ പ്രാപിക്കേണ്ടതിനും അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം, അബ്രാഹത്തിൻ്റെ അനുഗ്രഹം എന്തായിരുന്നു? പ്രായമേറും തോറും ഈ വ്യക്തി വിശ്വാസത്തിൽ അതിശക്തനായിക്കൊണ്ടേയിരുന്നു. നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മളിങ്ങനെ കാലങ്ങൾ എണ്ണി ജീവിക്കുന്നവരാ. ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ പ്രത്യാശ കെട്ടടങ്ങുന്നു, നമ്മുടെ ചിന്തകൾ താഴോട്ട് പോകുന്നു, നമ്മൾ ദൈവത്തെ പോലും സംശയദൃഷ്ടിയോടെ വീക്ഷിക്കുന്നവരായിട്ട് മാറുകയാണ്. ദൈവം തന്നെ കൊണ്ട് തന്നെ ശപഥം ചെയ്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ഹെബ്രായ ലേഖനം 6-ാം അധ്യായം 14-15 നിശ്ചയമായി ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. അബ്രഹാം ദീർഘക്ഷമയോടെ കാത്തിരുന്ന് ഈ വാഗ്ദാനം പ്രാപിച്ചു. ദൈവം പറഞ്ഞൊരു വാക്കാണ്, നിശ്ചയമായും നിന്നെ ഞാൻ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്തു. വയസ്സായിട്ടും ഈ മനുഷ്യൻ കാത്തിരിക്കുകയാണ്. നമ്മളാണ് ക്ഷമയേറ്റു പോകും, വിശ്വാസം ക്ഷയിച്ചു പോകും. ഹെബ്രായ ലേഖനം 11:17 പറയുന്നു, വിശ്വാസം മൂലമാണ് പരീക്ഷിക്കപ്പെട്ടപ്പോൾ അബ്രഹാം ഇസഹാക്കിനെ സമർപ്പിച്ചത്. വിശ്വാസം മൂലമാണ് പരീക്ഷിക്കപ്പെട്ടോ. ഗതികേട് കൊണ്ടല്ല, ഭയപ്പെട്ടിട്ടുമല്ല. ഗതികേട് കൊണ്ടും ഭയപ്പാട് കൊണ്ടും ഒന്നുമല്ല മനുഷ്യൻ അത് ചെയ്തത്, വിശ്വാസം മൂലം. എന്തുകൊണ്ടാണ്? തൊട്ടടുത്ത വചനം പറയാണ്, ഇസഹാക്കിലൂടെ തൻ്റെ സന്തതി വിളിക്കപ്പെടുമെന്ന് വാഗ്ദാനം സ്വീകരിച്ചിട്ടും അവൻ തൻ്റെ ഏകപുത്രനെ ബലിയർപ്പിക്കാൻ ഒരുങ്ങി. കാരണം എന്തെന്നോ? അടുത്ത വചനം പറയുന്നത് 19-ാം വചനം പറയുന്നു, മരിച്ചവരിൽ നിന്നും മനുഷ്യരെ ഉയർപ്പിക്കാൻ പോലും ദൈവത്തിന് കഴിയുമെന്ന് അവൻ വിചാരിച്ചു. അതുകൊണ്ട് ആലങ്കാരികമായി പറഞ്ഞാൽ ഇസഹാക്കിനെ അവന് തിരിച്ചു കിട്ടി. മരിച്ചവർ എന്ന് പറഞ്ഞാൽ ബലി അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ അവൻ്റെ ജീവൻ കൊടുക്കുന്ന പരിപാടിയാണ്. അത് കൃത്യമായി ഈ മനുഷ്യൻ ചെയ്യാൻ പോവുകയാണ്. തൻ്റെ മകനാണെന്ന് ഉറപ്പ് ചെയ്യാൻ പോവുക. തെല്ലുപോലും ആ വയസ്സം വിറച്ചില്ല. എനിക്ക് തോന്നുന്നാൽ നടന്നു വന്നപ്പോൾ ചിലപ്പോൾ വിറച്ച് കാണും. പക്ഷെ ബലിയർപ്പിക്കുന്ന സമയമായപ്പോൾ ഒരു യുവാവിനെ പോലെ മകൻ്റെ കൈകളൊക്കെ പിടിച്ചു കെട്ടി അങ്ങ് അർപ്പിക്കാൻ പോവുക ഈ മനുഷ്യൻ. തൊട്ടടുത്ത മിനിറ്റിൽ, അടുത്ത സെക്കൻഡിൽ അവൻ്റെ ശരീരത്തിലേക്ക് ആ കത്തി വെക്കേണ്ട സമയമായി. ആ ബലിയർപ്പണത്തിലേക്ക് ഒരുങ്ങുകയാണ്. ഇതിനൊക്കെ ഈ മനുഷ്യനെ പ്രേരിപ്പിച്ചത് ഒരു വിറയലുമില്ലാതെ, ഒരു വാക്ക് പതറാതെ, സ്വരമിടറാതെ, കണ്ണ് നനയാതെ ഈ മനുഷ്യനെ പ്രേരിപ്പിച്ചത് എന്തെന്നറിയോ? ഇസഹാക്കിലൂടെ തൻ്റെ സന്തതി വിളിക്കപ്പെടുമെന്ന് വാഗ്ദാനം സ്വീകരിച്ചിരുന്നിട്ടും അവൻ തൻ്റെ ഏകപുത്രനെ ബലിയർപ്പിക്കാൻ ഒരുങ്ങിയത് എന്തുകൊണ്ടെന്നോ? മരിച്ചവരിൽ നിന്നും മനുഷ്യരെ ഉയർപ്പിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് അവൻ വിചാരിച്ചു. അതുകൊണ്ട് തന്നെ ആലങ്കാരികമായി പറഞ്ഞാൽ അവന് ഇസഹാക്കിനെ തിരിച്ചു കിട്ടി. അതിശക്തമായ വിശ്വാസം. ഓരോ സെക്കൻഡ് കഴിയുന്തോറും, ഓരോ ദിവസം കഴിയുന്തോറും, ഓരോ മാസം കഴിയുന്തോറും, ഓരോ വർഷം കഴിയുന്തോറും നമ്മുടെ വിശ്വാസം താഴോട്ടാ. നമ്മുടെ അനുഗ്രഹത്തെക്കുറിച്ച് വിശുദ്ധ പറഞ്ഞ അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹമാണ് നമുക്ക് വെച്ചിരിക്കുന്നത്. അബ്രാഹത്തിന്റെ അതേ റൂട്ടിൽ നമ്മൾ പിടിക്കണം. എങ്ങനെയെന്നോ? ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാതെ ആരോഗ്യം ക്ഷയിച്ചു, സൗന്ദര്യം ക്ഷയിച്ചു, പ്രായമേറി, ജീവിതം പോയി, ഇനി സാധ്യതയില്ല, തള്ളിപ്പറഞ്ഞ് നമ്മളെ തന്നെ ക്ഷയിപ്പിക്കുന്നവരാ. കൂടെയുള്ളവരെയും ക്ഷയിപ്പിക്കുന്ന ഒരു സ്വഭാവവിശേഷം നമുക്കുണ്ട്. നമ്മളിങ്ങനെ പറഞ്ഞ് നമ്മളെയും ക്ഷയിക്കും, മറ്റുള്ളവരെയും ക്ഷയിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, പരിശോധിച്ച് നോക്കണം. സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചിരിക്കുകയാണ്. സാത്താൻ നിന്നെ. ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടൊരു മനുഷ്യനാണ്, ഒരുപാട് കാരുണ്യ പ്രവൃത്തിയൊക്കെ ചെയ്ത ഒരു സഹോദരൻ. എല്ലാ സൗകര്യമുണ്ട്, പക്ഷെ പ്രായമായിക്കൊണ്ടിരിക്കുന്നു. ഈ മനുഷ്യനെല്ലാം ഒരു മടുപ്പാണ്. അദ്ദേഹം നിലവിളിച്ചുകൊണ്ട് പറയുകയാണ്, എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല വേദപുസ്തകം, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, എനിക്ക് വല്ലാത്ത പേടി. ഈ മനുഷ്യന് വിശ്വാസത്തിലേക്ക് ഉറപ്പിക്കപ്പെടുന്നതിന് പകരം ഇയാൾ താഴോട്ട് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ കർത്താവിൻ്റെ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നു. ദേവാലയത്തിൽ അഭയം പ്രാപിച്ചു. ഈശോ ആരംഭത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ശിമയോൻ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു, നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരനുമായി ശക്തിപ്പെടുത്തണം. നീ തിരിച്ചു വരണം. ഒരു തിരിച്ചു വരവ് ദൈവം അവിടെ ആഗ്രഹിക്കുന്നുണ്ട്. അയാൾ തിരിച്ചു വന്ന് ദൈവത്തിൻ്റെ ആലയത്തിൽ ദൈവവചനത്തിൽ അഭയം പ്രാപിച്ച് വീണ്ടും അയാളെ തന്നെ അയാൾ നവീകരിക്കാൻ തുടങ്ങി.
പ്രിയപ്പെട്ടവരെ, അത്ഭുതകരമായി ആ മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൽ വ്യത്യാസം വന്നു. നിലവിളി മാറി, ആത്മവിശ്വാസത്തിൽ ഉറപ്പായി. അയാൾ അതിശക്തമായി അയാളെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ തുടങ്ങി. കാരണം എന്താണെന്നറിയാമോ? ക്ഷയിച്ചു പോയ വിശ്വാസത്തെ ഈ മനുഷ്യൻ തിരിച്ചു പിടിച്ച് ബലപ്പെടുത്തുകയാണ്. നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയേ, നമ്മുടെ വിശ്വാസം എങ്ങനെയാ പോയിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ വിശ്വാസം എപ്രകാരമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? നമ്മൾ പ്രാർത്ഥിക്കുന്നു, കുറേ വചനങ്ങൾ പഠിക്കുന്നു, വചനങ്ങൾ പഠിപ്പിക്കുന്നു, നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നു. പൊതുജനത്തിൻ്റെ മുന്നിൽ, സമൂഹത്തിൻ്റെ മുന്നിൽ വിശ്വാസിയായ വ്യക്തിത്വം, പ്രിയപ്പെട്ടവർ പോലും നമ്മളെ ബഹുമാനിക്കുന്നു, പ്രിയപ്പെട്ടവർ പോലും നമ്മളെ അംഗീകരിക്കുന്നു. പത്രോസ് അവരിൽ പ്രധാനിയാണ്. പലപ്പോഴും കൃത്യമായ ഉത്തരം കൊടുത്ത് യേശു ക്രിസ്തുവിൻ്റെ അഭിനന്ദനം കൈപ്പറ്റിയിട്ടുള്ള വ്യക്തി, അതിശക്തമായി മുന്നോട്ട് പോയിട്ടുള്ള വ്യക്തി. പക്ഷേ ഈ മനുഷ്യൻ്റെ വിശ്വാസം ക്ഷയിച്ചതിനെക്കുറിച്ച് ക്രിസ്തു ഒരു മുന്നറിയിപ്പ് തരുന്നത് ഇന്ന് നമുക്ക് വേണ്ടി കൂടെയാണ്. അവനവനെ പരിശോധിക്കണം. വ്യക്തിപരമായൊരു പരിശോധന നമ്മളെ തന്നെ നോക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മളെ പരിശോധിച്ചിട്ട് നീ ക്ഷയിച്ചു നിൽക്കുകയാണെങ്കിൽ നിന്റെ കുടുംബം ക്ഷയിക്കും. നീ ക്ഷയിച്ചു നിൽക്കുകയാണെങ്കിൽ നീ പോകുന്ന സ്ഥാപനത്തിലും വരുവത്. ജോസഫിൻ്റെ ഉറപ്പ് അതിഭയങ്കര ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് ക്ഷാമം മൂലം നശിച്ചു പോകേണ്ട ഒരു ദേശത്തെ ആ ജോസഫ് എന്ന വ്യക്തിയുടെ ഒരൊറ്റ വ്യക്തിയുടെ വിശ്വസ്തതയും വിശ്വാസവും കൊണ്ടാണ് ദൈവം അത്ഭുതമാക്കി മാറ്റിയത്. ജോസഫും കൂടെ അവിടെ തള്ളിപ്പറയുകയോ പൊത്തിഫറിൻ്റെ ഭാര്യയെടുത്ത് പാപം ചെയ്യുകയോ ചെയ്തിരുന്നെങ്കിൽ എത്രയോ പേരുടെ രക്ഷ അവതാളത്തിലായി. ജോസഫിൻ്റെ കുടുംബം പോലും ഭക്ഷിച്ചത് ജോസഫിൻ്റെ പ്രവൃത്തി കൊണ്ടാണ്. നിങ്ങൾ പരിശോധിച്ചോണം, നീ ഏത് ദേശത്താണെന്നോ ഏത് മേഖലയിലാണെന്നോ ഇവിടെ വിഷയമല്ല. പക്ഷെ നിന്റെ വിശ്വസ്തതയും നിന്റെ വിശ്വാസവും താഴോട്ടല്ല, ഉറപ്പോടുകൂടെ മുന്നോട്ടാണെങ്കിൽ, ഉയർച്ചയിലാണെങ്കിൽ, നിന്റെ കുടുംബം, നിന്റെ സഹോദരങ്ങൾ, നിന്റെ പ്രിയപ്പെട്ടവരൊക്കെ അത്ഭുതകരമായി പരിപാലിപ്പിക്കപ്പെടും ദൈവകരങ്ങളിൽ. അവർക്ക് വേണ്ടത് ദൈവം കൊടുത്തുകൊണ്ടിരിക്കും. എന്നാൽ നീ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഏതെല്ലാം വിധത്തിൽ ഒരു ദുർബലൻ്റെ ശരീരത്തിൽ രോഗാണു പ്രവേശിക്കുന്നത് പോലെ പൈശാചികമായ സാത്താൻ്റെ പ്രവർത്തികൾ അവൻ്റെ ജീവിതത്തിൽ തലങ്ങും വിലങ്ങും കയറി ആക്രമിക്കും. പരിശോധിക്കണം, ദൈവമായ കർത്താവേ, ഞാൻ ഇപ്പോൾ ഏത് നിലവാരത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഞാനിപ്പോൾ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? അബ്രാഹത്തിനെ പോലെ ഞാൻ എന്നെ തന്നെ ഒന്ന് പരിശോധിച്ചിട്ടുണ്ടോ? വർഷമേറുന്നതനുസരിച്ച്, പ്രായം കൂടുന്നതനുസരിച്ച്, ആരോഗ്യം ക്ഷയിക്കുന്നതനുസരിച്ച് എൻ്റെ വിശ്വാസവും ക്ഷയിച്ച് പോവുകയാണോ? ഞാൻ എന്നെ തന്നെ ദൈവത്തിൻ്റെ മുമ്പിൽ നിഷേധിക്കുകയാണോ? ഞാൻ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? എൻ്റെ ദൈവമേ, എനിക്ക് കൃത്യമായ ഒരു വ്യക്തത നൽകണമേ, എന്നെ ശക്തിപ്പെടുത്തണമേ. ഇനി അങ്ങോട്ടുള്ള എൻ്റെ ജീവിതത്തിൽ എന്നിലുള്ള കർത്താവ് എനിക്ക് നൽകിയിട്ടുള്ള വിശ്വാസ ബോധ്യങ്ങളെ മുറുകെ പിടിച്ച് രക്ഷകനായ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ട് ഓടാൻ എനിക്ക് കരുത്ത് തരണമേ. നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്ക്. വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നവനുമായ ക്രിസ്തുവിനെ കണ്ടല്ല നമ്മൾ ഓടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നിന്റെ രോഗശാന്തി പൂർണ്ണമാവാത്തത്. അതുകൊണ്ടാണ് നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടാത്തത്. അതുകൊണ്ടാണ് നിന്റെ ആയുസ്സിന് വരെ ഭീഷണി വരുന്നത്. അതുകൊണ്ടാണ് നീ ആഗ്രഹിച്ച അനുഗ്രഹമൊക്കെ പാതി വഴിയിൽ കിടക്കുന്നത്. ജോസഫ് ഈജിപ്തിൽ വിശ്വസ്തനും വിശ്വാസമുള്ളവനുമായി നിലകൊണ്ടപ്പോൾ ജോസഫിൻ്റെ പിതാവിൻ്റെ ആയുസ് പോലും പൂർണ്ണതയിലെത്തിക്കാൻ ദൈവത്തിന് പ്രത്യേക ശ്രദ്ധയുണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് ആയുസ് വരെ ഭീഷണിയിലാണ്. മനുഷ്യൻ്റെ ആയുസ് വരെ ഭീഷണിയിലാണ്. ക്ഷാമകാലത്ത് ആദ്യം മരിക്കേണ്ടത് ജോസഫിൻ്റെ അപ്പനാണ്. പക്ഷെ ആ മനുഷ്യന് പോലും ഒരു കുഴപ്പം വരാതെ ദൈവം സംരക്ഷിച്ചു. ആ കുടുംബത്തിലെ ഒരംഗത്തിന് പോലും ഒരു പോറൽ പോലും ഏറ്റില്ല. എന്തുകൊണ്ട്? വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടോടിയതുപോലെ ശക്തനായ ദൈവത്തിൻ്റെ മുന്നിൽ അങ്ങനെ ഉറച്ചു നിന്നൊരു ജോസഫ്. നമുക്ക് നമ്മളെ ഒന്ന് പരിശോധിച്ച് നോക്കാം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇപ്പോൾ എങ്ങനെയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്? പ്രായമേറുന്നതനുസരിച്ച് വിശ്വാസം ക്ഷയിച്ചവരാണോ നിങ്ങളിൽ പലരും? നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം. പ്രിയപ്പെട്ടവരെ, സാത്താൻ ഇനി നമ്മളെ പാറ്റാൻ അനുവദിക്കരുത്. ജോബ് തൻ്റെ ജീവിതത്തെയും തലമുറയെയും കുടുംബത്തെയും വസ്തുവകളെയൊക്കെ പാറ്റിക്കളഞ്ഞ പിശാചിന് പിന്നെ ഒരിക്കൽ പോലും അയാളുടെ കുടുംബത്ത് കയറാൻ അനുവദിച്ചിട്ടില്ല. കാരണം അയാളുടെ വിശ്വാസത്തെ തകർത്ത് കളയാൻ രോഗം ബാധിച്ച് ചാരത്തിലിരുന്ന് ഒട്ടുകഷ്ണം കൊണ്ട് ചുരണ്ടിക്കൊണ്ടിരുന്നവനെ നോക്കി അയാളുടെ ഭാര്യ പറഞ്ഞൊരു വാക്കുണ്ട്, ദൈവത്തെ ശപിച്ചിട്ട് പോയി മരിക്ക്. അയാൾ അവിടെ
അതിനനുസരിച്ചുള്ള മറുപടിയല്ല കൊടുക്കുക. ഞാനിത് ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നു. അയാളെ സംബന്ധിച്ചിട്ട്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിട്ട് തകർത്ത് കളയുന്നൊരു വാക്കാണത്. തകർത്ത് കളയുന്നൊരു വാക്കാണ്. ആ വാക്കിൽ അയാൾ തകരാതെ അതിശക്തമായി അയാൾ അതിനെ നേരിട്ടത് കൊണ്ട് പിന്നെ ജോബിൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും പിശാചിന് പാറ്റാനോ തൊടാനോ സാധിച്ചില്ല. കണ്ണുകൾ അടച്ച് കരം കൂപ്പി പിടിച്ച് നിങ്ങളെ അലട്ടുന്ന പ്രതിസന്ധികൾ, രോഗപീഠകൾ, എല്ലാ മേഖലകളെയും ദൈവത്തിന് വിട്ടുകൊടുക്കുക. എന്നിട്ട് അതിന് കാരണക്കാരവരാണ്, അതിന് പ്രതിസന്ധി ഇവരാണ്, അന്നത്തെ സാഹചര്യം അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് സാഹചര്യങ്ങളെയും വ്യക്തികളെയും സാധ്യതകളെയും പഴി പറയാതെ നിന്റെ വിശ്വാസത്തെ പരിശോധിച്ച് നോക്ക്. രക്ഷകനായ ദൈവത്തെ കണ്ടാണോ നീ ഓടിയത്? നിന്റെ വിശ്വാസം ക്ഷയിച്ചു പോയത് എന്തുകൊണ്ട് നീ പരിശോധിച്ചില്ല? പ്രിയപ്പെട്ടവരെ, ശക്തനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, വിശ്വാസത്തിൻ്റെ നാഥനായ ദൈവമേ, അങ്ങയെ മുന്നിൽ കണ്ട് ശക്തമായി മുന്നേറാൻ എന്നെ ഈ ദിവസം അവിടുന്ന് ബലപ്പെടുത്തണമേ. ഇനി അങ്ങോട്ട് ഒരിക്കൽ പോലും സാത്താൻ പാറ്റുന്ന ഒരു വ്യക്തിയായി ഞാനോ എൻ്റെ കുടുംബവും മാറാതിരിക്കാൻ എന്നെ ഇരട്ടി ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കണമേ. ആമേൻ.